പേര് ചേർത്തിരുന്ന ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നമുക്ക് എങ്ങനെയാണ് ആ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോസിൽ യൂസ് ചെയ്ത എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. സോ ഇപ്പോൾ ഈ ഒരു ക്ലൗഡ്സ് ആയാലും പിന്നെ ഈ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു PNGs ഒക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായി നമുക്ക് ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കാം. സോ പിൻട്രസ്റ്റിൽ ചെന്നിട്ട് നമുക്കിപ്പോൾ ക്ലൗഡ്സ് ആണെങ്കിൽ ക്ലൗഡ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഇപ്പോൾ ക്ലൗഡ്സ് ആയാലും എലമെൻറ്റ്സ് ആയാലും എല്ലാം ഇതിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. സോ അത് ജസ്റ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആനിമേറ്റഡ് പിക്ചർ ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സെർച്ചിൻ്റെ അവിടെ ഒരു ക്യാമറ ഐക്കൺ കണ്ടില്ലേ, സോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഈ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പിക്ചർ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് സാമ്യമായിട്ടുള്ള കുറേ ഇമേജസ് കിട്ടും. സോ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ നമുക്ക് PNG ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിനെ നമുക്ക് വേണമെങ്കിൽ ക്രോമിൽ ചെന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. സോ ഞാനിവിടെ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ റൂം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഏതൊക്കെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ കളയേണ്ടത്, PNG ആക്കേണ്ടത്, സോ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് തന്നെ കൊടുക്കുക. ട്രാൻസ്പെറൻറ്റ് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഗാലറിയിലേക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോസും എല്ലാം ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് PNG ആക്കാം. ഇതേപോലെ ആക്കി സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ കിടക്കുമ്പോൾ നമുക്ക് ലൈറ്റ് മോഷൻ വേണം. സോ അപ്പോൾ ലൈറ്റ് മോഷൻ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് 4:5 ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ദെൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം നമുക്കത് സ്ക്രീൻ ഫുള്ളാക്കി കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ കളർ യെല്ലോ ആക്കി കൊടുക്കാം. ഈ ഒരു യെല്ലോ ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോയുടെ റെഫറൻസ് ജസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ആക്കി കൊടുക്കാം. അതിനുശേഷം ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ഈ ഒരു കോർണറിൽ ജസ്റ്റ് കൊണ്ടുവന്ന് വെക്കാം. സോ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ തന്നെ ആ ഒരു ബീറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാനാണ്. സോ കുറച്ചുകൂടെ നമ്മുടെ എഡിറ്റിംഗ് ഒന്ന് ഫാസ്റ്റ് ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു നമ്മൾ ആഡ് ചെയ്ത ഒരു റെഫറൻസ് വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മേലെ കാണാൻ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ കൊടുക്കുക. ഓക്കെ, ആ ഒരു ഓഡിയോ നമുക്ക് നേരെ താഴേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് മാർക്ക് ചെയ്യുക. നമ്മുടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു ഫോട്ടോ നിൽക്കണ ആ ഒരു പേഴ്സൺ നിൽക്കണത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ദെൻ ഇത് എൻഡ് ആവണ ഭാഗവും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഇത് ഇവിടെ ആയിട്ടാണ് എൻഡ് ആവണത്. സോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. സോ ഈ ഒരു ഫോട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, സോ ഈ ഒരു ഫോട്ടോ വന്ന് നിൽക്കണ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഇവിടെ ആയിട്ട്. ഓക്കെ, ശേഷം നമുക്ക് ആ ഒരു മേലത്തെ റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഒരു റെഫറൻസിലുള്ള പോലെ തന്നെ നമ്മൾ ഇവിടെ ആ ഒരു ഫോട്ടോസൊക്കെ പ്ലേസ് ചെയ്ത് വെക്കാം. സോ ഫസ്റ്റ് തന്നെ ഒരു ക്ലൗഡാണ്. അപ്പോൾ ആ ഒരു ക്ലൗഡ് നമ്മൾ PNG ആക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്ലൗഡ് കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ആയിട്ട് ആ ഒരു ക്ലൗഡും കൊടുത്തിട്ടുണ്ട്. സോ ഇനി ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഈ ഒരു ക്ലൗഡിൻ്റെ ബാക്കിലാണ്. സോ പേഴ്സൺ ആഡ് ആക്കിയിട്ട് ആ ഒരു ക്ലൗഡിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ച് ഈ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു മേലത്തെ റെഫറൻസ് പോലെ തന്നെ ഇവിടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പേഴ്സൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കിട്ടണം. സോ അപ്പോൾ ആ ഒരു പേഴ്സണിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് കൊടുത്തതിന് ശേഷം കളറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് കാണും. സോ അത് ജസ്റ്റ് വൈബ്രൻസ് ഒന്ന് കുറച്ച് കൊടുത്താൽ, സാറ്റുറേഷൻ ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഇനി ആ ഒരു പേഴ്സൻ്റെ ചുറ്റും വൈറ്റ് വരണം. സോ ബോർഡർ വരണം. സോ അതിനെ നമുക്ക് ബോർഡർ ആൻഡ് ഷാഡോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ബോർഡർ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളമാണോ ആ ഒരു വൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വേണ്ടത് അത്രത്തോളം ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത്ര വെക്കുന്നുള്ളൂ. ദെൻ നമുക്ക് വീണ്ടും ക്ലൗഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഒരു മേലത്തെ റെഫറൻസ് നോക്കിയിട്ട് എവിടേക്കാണ് ആ ഒരു ക്ലൗഡ്സ് വേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു ക്ലൗഡ് വേണ്ടത്. അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു ക്ലൗഡും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലൗഡ്സ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു സൂര്യനെ വേണം. സോ ഞാൻ ഈ ഒരു സണ്ണിൻ്റെ ഫോട്ടോ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് PNG ആക്കണം. അപ്പോൾ ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ദെൻ നമുക്ക് അതിൽ ക്യാമറ റോളിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു സണ്ണിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കുക, ട്രാൻസ്പെറൻറ്റ് എടുക്കുക, ദെൻ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു സണ്ണിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്ലൗഡിൻ്റെ ബാക്കിലായിട്ടാണ് വരേണ്ടത്. സോ ആ ഒരു ലെയർ ഡ്രാഗ് ചെയ്ത് അടിക്കാക്കി ക്ലൗഡിൻ്റെ ബാക്കിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സണ്ണ് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഒരു മേലത്തെ റെഫറൻസ് വെച്ച പോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യേണ്ടത്, ഈ ഒരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യേണ്ടത്. സോ അതിനായിട്ട് നൾ ഒബ്ജക്റ്റിൽ പോയിട്ട് നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജ് ആയാലും ക്ലൗഡ്സ് ആയാലും നള്ളു 1 ആക്കി കൊടുക്കുക. സോ ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ആ ഒരു നള്ളിൻ്റെ ഓപ്ഷനിൽ നള്ളു 1 ആക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക നിങ്ങൾ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു മേലത്തെ റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ ആയിട്ടാണ് നമ്മുടെ എല്ലാ ഫോട്ടോസും വന്ന് നിൽക്കണത്. സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒരു സൂമും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ ആ ഒരു ഫാസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക റെഫറൻസ് അനുസരിച്ച്. സോ ആ ഒരു ഗ്രാഫും ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം ആ ഒരു ഫാസ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പേഴ്സൺ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ആവണം. സോ അതിനായിട്ട് ഒന്നും കൂടെ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ലെഫ്റ്റിലേക്ക് ആക്കി കൊടുക്കുക. സോ അപ്പോൾ ആ ഒരു പേഴ്സൺ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. സോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോക്ക് ജസ്റ്റ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ്മെന്റ് ഉണ്ട്. നിങ്ങൾ ആ ഒരു റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ കാണാം. സോ ഫസ്റ്റ് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ലെഫ്റ്റിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോവാം. കുറച്ച് നീക്കിയിട്ട് റൈറ്റിലേക്കും കൊണ്ടുപോവാം. സോ റൈറ്റിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഈ ഒരു കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു മേലത്തെ റെഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെയാണോ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണ്. ലാസ്റ്റ് നമ്മുടെ നള്ളിൻ്റെ ആ ഒരു ലാസ്റ്റത്തെ ഭാഗം എല്ലാം റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ, എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫും ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ ഒരു പിങ്ക് കളർ ജസ്റ്റ് ഒന്ന് കയറി വരുന്നത്. സോ അത് ചെയ്യാനായിട്ട് നമുക്ക് ഷേപ്പ് ആഡ് ചെയ്യുക. ദെൻ കളർ ചൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോയ ശേഷം ഇതിവിടെ കൊണ്ടുവന്ന് വെക്കുക. ശേഷം ഒരു കീ ഫ്രെയിം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്യുക. ദെൻ നമുക്കത് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് അതൊന്ന് ജസ്റ്റ് റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. ആ ഒരു പിങ്ക് വരുന്ന രീതിയിൽ സ്വൈപ്പ് ചെയ്യുക. നമ്മുടെ ഒരു റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഒരു പിങ്ക് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം. അതുപോലെ തന്നെ കൊടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫും നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതേ ഫാസ്റ്റിൽ തന്നെ നമുക്ക് ആ ഒരു പിങ്ക് കാണാം, ആ ഒരു പിങ്ക് ഷേപ്പ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഏകദേശം നമ്മൾ അതേപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഫറൻസിൽ കാണാം ആ ഒരു സൂര്യൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സൂര്യൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു റൊട്ടേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എൻഡിൽ കൊണ്ടുപോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ലെഫ്റ്റിൽ പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൊടുത്താൽ മതി. അത് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ഭാഗം അടിപൊളിയായിട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്ലൗഡ്സൊക്കെ ചേഞ്ച് ആക്കാം. ഇപ്പോൾ ആ ഒരു ക്ലൗഡ്സിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണേ നല്ലതായിരിക്കും. ഓക്കെ, തൽക്കാലം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കിടക്കാം. നെക്സ്റ്റ് ഭാഗം ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഒരു വയലറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നീട്ടി കൊടുക്കുക.
ആ ഒരു രണ്ടാമത്തെ വീഡിയോയുടെ ഡ്യൂറേഷൻ ആ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ ഡ്യൂറേഷൻ നോക്കാം ഇവിടെ ആയിട്ട്. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു വീഡിയോ എവിടെയാണോ പോസ് ആയിട്ടിരിക്കണേ, ഐ മീൻ ആ ഒരു ഒബ്ജക്റ്റുകളൊക്കെ എവിടെയാണോ നിൽക്കണത് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ശേഷം നമുക്ക് അവിടെയാണ് എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു ക്ലൗഡ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലൗഡ് അടിയിലായിട്ടാണ് കിടക്കണേ. സോ അടിയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു പേഴ്സണെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. സോ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ക്ലൗഡിൻ്റെ ബാക്കിലേക്ക് ആക്കി കൊടുക്കുക. ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ക്ലൗഡ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം നമ്മുടെ ആ ഒരു മേലിലായിട്ട് തലയുടെ മേലിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒരു 97 ആക്കി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കണം, നല്ലതായിരിക്കും. വീണ്ടും നമുക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഒന്ന് ചെറുതാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഗേളിൻ്റെ ഇമേജ് ആണ്, ആ ഒരു PNG ആണ്. സോ നമ്മൾ നേരത്തെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഒരു PNG ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ശേഷം ജസ്റ്റ് ഒന്ന് അത് സൂം ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് സെറ്റാക്കി വെക്കാം. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ഗേളിൻ്റെ ആനിമേറ്റഡ് പിക്ചർ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കൊണ്ടുവരാം. ആ ഒരു പേഴ്സൻ്റെ അടിയിലേക്ക് ആക്കി വെക്കുക. ശേഷം നമുക്ക് ഈ ഒരു 2 ഫോട്ടോസിലും ബോർഡർ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷാഡോ ആൻഡ് ബോർഡറിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ബോർഡർ 2 ഫോട്ടോയിലും ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആ ഒരു ഫോട്ടോസിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു പേഴ്സണും വരുന്നുണ്ട്, പിന്നെ ആ ഒരു ക്ലൗഡും വരുന്നുണ്ട്, പിന്നെ കുറച്ച് നീങ്ങിയിട്ടാണ് ആ ഒരു ഗേളിൻ്റെ ആനിമേറ്റഡ് പിക്ചർ വരുന്നത്. സോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാം. എല്ലാം കോപ്പി ചെയ്ത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. ദെൻ എവിടെ വെച്ചാണോ അത് കട്ടായി പോണത് അവിടെ വെച്ച് ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒന്ന് കട്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു റെഫറൻസ് നോക്കിയിട്ട് ആ ഒരു ഗേളിൻ്റെ ഇമേജ് എവിടെ നിന്നാണോ വരണത് അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഗേളിൻ്റെ ഇമേജ് ഇല്ല, കുറച്ച് നീങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലത്തെ കട്ട് ചെയ്തിട്ട് സെക്കൻഡ് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു റെഫറൻസിൽ വരുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നൾ ആഡ് ചെയ്യേണ്ടത്. സോ ഒബ്ജക്റ്റിൽ പോയിട്ട് നൾ ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അടിയിൽ നിന്ന് തൊട്ട് നള്ള് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ എല്ലാം ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ക്ലൗഡ് അടക്കം ജസ്റ്റ് ഒന്ന് നള്ള് 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റെഫറൻസിൽ കണ്ട പോലെ ആ ഒരു സൂമിങ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോവാം. പിന്നെ എൻഡിലല്ല ആ ഒരു ഫോട്ടോ സൂമായിട്ട് നിൽക്കണോ എവിടെയാണോ നോക്കുക റെഫറൻസിൽ, എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്ത ഒരു കീ ഫ്രെയിമിൻ്റെ അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ സൂം ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു ഗ്രാഫ് അതിൽ കേടാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു റെഫറൻസ് വീഡിയോ പോലെ തന്നെ ഇതിൽ സൂമായിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് സൂം ഇന്നാണ്, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് പോകണം. സോ അതിനായി ലാസ്റ്റ് നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ഇതിൽ കേടാക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഒരു റെഫറൻസ് വീഡിയോ പോലെ തന്നെ ഇതിൽ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സൂമായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഷേപ്പിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പാണ്. സോ 3ാമത്തെ ആ ഒരു ഷേപ്പ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് ആഡ് ചെയ്യുക. ദെൻ അത് സ്ക്രീൻ ഫുള്ളാക്കി കൊടുക്കുക. അതിൻ്റെ കളറ് വന്നിട്ട് നമുക്കൊരു ആകാശനീലയാണ്. സോ നമുക്ക് ആ ഒരു റെഫറൻസ് മേലേക്ക് എടുത്തതിന് ശേഷം കളറിൽ പോയിട്ട് കളർ പിക്ക് ചെയ്യുന്ന ടൂള് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആകാശനീല ഉള്ളിടത്ത് ജസ്റ്റ് ഒന്ന് വെക്കാം. ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കൊണ്ടുവരാം. ആ ഒരു പിങ്കിൻ്റെ മേലിലായിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ 3rd സ്റ്റെപ്പാണ്. നിങ്ങൾ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഭാഗമാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ അതിനായി നമുക്ക് ആദ്യം ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. ശേഷം അത് സ്ക്രീൻ ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ റെഫറൻസിൻ്റെ അടിയിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ കളറിൽ ചെന്നിട്ട് കളർ പിക്ക് ചെയ്യണേൽ നമുക്ക് ആ ഒരു ബ്ലൂ കളർ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു റെഫറൻസിൽ കണ്ട പോലെ ആ ഒരു സായി പല്ലവിയുടെ ഇമേജ് ജസ്റ്റ് ഒന്ന് വരുന്നതാണ്.
അതിനെ നമുക്ക് ഇമേജ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഈ ഒരു നിവിൻ പോളിയുടെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം. സോ അതിനായിട്ട് നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ഈ ഒരു വൈപ്പ് എന്ന് പറഞ്ഞ ടൂൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം അതിൽ എൻഡ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു നിവിൻ പോളിയുടെ ക്യാരക്ടർ മാറി കിട്ടും. ദെൻ ഫെദർ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഇതിൽ കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് സൂം ചെയ്ത് ഈ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം ആദ്യം നമുക്ക് ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് റെഡി ആക്കേണ്ടതുണ്ടായിരുന്നു. സോ ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം വന്ന് നിൽക്കുന്നത് ഇവിടെ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എല്ലാം ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ക്ലൗഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സായി പല്ലവിയുടെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു PNGയുടെ അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലൗഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ആ ഒരു പേഴ്സണെ ആഡ് ചെയ്യുക. ഓക്കെ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേഴ്സണെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ക്ലൗഡ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു റെഫറൻസിൽ കാണുന്ന പോലെ തന്നെ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലൗഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു റെഫറൻസിൽ കാണാം ആ ഒരു സായി പല്ലവിയുടെ ആ ഒരു ഫോട്ടോ ആണ് ഫസ്റ്റിന് നമുക്ക് ഇങ്ങനെ വരണത് ആനിമേറ്റ് ആയിട്ട്. സോ അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നൾ ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒബ്ജക്റ്റിൽ പോയിട്ട് നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സായി പല്ലവിയുടെ ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നള്ള് 1ൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു ഫോട്ടോ എവിടെ വന്നാണോ നിൽക്കണത് അവിടെ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു റെഫറൻസിൽ വരുന്ന ആ ഒരു ഫാസ്റ്റിൽ തന്നെ ഈ ഒരു PNG വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ക്ലൗഡ്സ് ആഡ് ചെയ്യലാണ്. സോ ക്ലൗഡ്സ് മൂവ്മെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് ഒന്ന് വെറുതെ ഇട്ട് വയ്ക്കാം. ഓക്കെ, എല്ലാ ക്ലൗഡ്സും ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചിടാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു പേഴ്സൺ എവിടെ തൊട്ടാണോ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ തൊട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് ആ ഒരു പേഴ്സണിൻ്റെ PNG ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. സോ നമുക്ക് ഇവിടെ ഒരു നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. സോ ആ ഒരു ഫോട്ടോ നമുക്ക് റൈറ്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിലാണ് വരുന്നത്. സോ നള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കീ ഫ്രെയിം നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് കുറച്ചൊന്ന് റൈറ്റിൽ കാക്കി കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഈ ഒരു ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരാം. സോ അപ്പോൾ നമുക്ക് റൈറ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് വരുന്ന ആ ഒരു ഫീൽ കിട്ടും ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 2 PNG കൂടെ ലാസ്റ്റ് ഒന്ന് സൂം ആവണം. സോ അതിനായിട്ട് നമുക്കൊരു നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. ദെൻ നള്ള് 3യും നള്ള് 4ഉം നമുക്ക് ഇത് ജസ്റ്റ് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നള്ള് 3യും നള്ള് 4ഉം നമുക്ക് നള്ള് 5ൽ കാക്കി കൊടുക്കാം. നള്ള് 3 നള്ള് 4 5ൽ കാക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം സൂമിൽ. ദെൻ എൻഡിലായിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു ക്യാരക്ടർ പോണ രീതിയിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻഡിൽ സൂം ആവണ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. സോ അതിനായിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് കളറിൽ പോയിട്ട് നമുക്ക് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സാറ്റുറേഷൻ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ മറ്റേ PNGയിലും ചെന്നിട്ട് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അധികം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണ്ട, ഒരു ഇച്ചിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ബോർഡറിൽ ചെന്നിട്ട് ആ ഒരു PNGയുടെ ബോർഡർ അതിൻ്റെ ഷാഡോയിൽ ചെന്നിട്ട് രണ്ടിനും ബോർഡർ ഇട്ട് കൊടുക്കാം. ആ ഒരു വൈറ്റ് ബോർഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 4ാമതായിട്ട് ഇത് ഈ ഒരു സംഭവമാണ്. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. ദെൻ സ്ക്രീൻ ഫുള്ളാക്കിയതിന് ശേഷം നമുക്ക് കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട്
ആ ഒരു കളർ പിക്ക് ചെയ്യണേൽ കളർ പിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ ആ ഒരു സ്കൈ ബ്ലൂ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഇതേപോലെ ആക്കിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു എഡിറ്റ് ഷേപ്പ് കൊടുത്തിട്ട് അതിൻ്റെ റെഡ്യൂസ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 12 ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് വീണ്ടും സൂമിൽ ചെന്നിട്ട് ഇത് ഈ ഒരു ഗ്രീറ്റിംഗ് രീതിയിലാക്കി കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് കളർ പിക്ക് ചെയ്യണേൽ നമുക്ക് ആ ഒരു ഗ്രേ കളർ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു PNG ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ PNG ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഫക്റ്റിൽ പോയിട്ട് നമുക്ക് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യുക. ദെൻ ഫുള്ളായിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. സോ നിങ്ങളുടെ ആ ഒരു പേരും വേർഡ്സ് പിന്നെ ഇൻസ്റ്റഗ്രാം യൂസർന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് ഇട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഒക്കെ റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ഏറ്റവും അടിയിലായ ഒരു ഷേപ്പ് ഇല്ലേ, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ നേരെ മേലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബോർഡർ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഇട്ട് കൊടുക്കുക. ദെൻ അതൊരു 3 ആക്കി കൊടുക്കുക. ശേഷം കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് നമുക്കത് നല്ലാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ബോർഡർ മാത്രം കിട്ടും. അതിന് ജസ്റ്റ് സൂമിങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോർഡറിലായിട്ട് ആ ഒരു ബ്ലാക്ക് ലൈൻ വരുന്ന കാണാം. ഓക്കെ, ശേഷം നമുക്ക് വീണ്ടും ഇതൊരു ഗ്രൂപ്പ് ആക്കണം. സോ അപ്പോൾ അതിനായിട്ട് ഒരു ഷേപ്പ് ആഡ് ചെയ്യുക. ദെൻ അത് കവർ ചെയ്യണ രീതിയിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തതിന് ശേഷം എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് സെൻറ്ററിലാണെന്ന് ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമുക്കിത് സൂം ഔട്ട് ആക്കുകയൊക്കെ ചെയ്യാം. ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സൂം ഇന്നായി വരുന്നത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോട്ടോ ഡ്യൂറേഷനൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എൻഡിൽ ചെന്നിട്ട് ഇത്രയും സൂമിങ് ആണ് വേണ്ടത്. സോ അത്രയും സൂമിങ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് ആ ഒരു സൂമിങ് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഫുള്ളായിട്ടല്ല, ഏകദേശം ഈ ഒരു റേഡിയസിൽ കുറച്ച് കൊടുക്കുക. ശേഷം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ അത് സൂമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് അത് സൂം ഔട്ട് ആവണം. അതിനായി നമുക്ക് എൻഡിങ്ങിൽ ലാസ്റ്റ് ആയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കീ ഫ്രെയിമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ സൂമിങ് നമുക്ക് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇത് ഇതേപോലെ കുറച്ച് കൊടുത്തിട്ട് എൻഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈ ഒരു കീ ഫ്രെയിം ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ അപ്പോൾ നമുക്കത് എൻഡ് ആവണത് കാണാം. ശേഷം ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വയലറ്റ് കളറ് മേലേക്ക് കീറി പോണ കാണാം. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് ജസ്റ്റ് സൂം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. ദെൻ കളർ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അടിയിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നീക്കിയിട്ട് അതൊന്ന് മേലേട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാനുണ്ട്. ജസ്റ്റ് അടിയേക്ക് ആക്കി കൊടുക്കുക. മേലോട്ട് വരുന്നത് റെഡിയാക്കി കൊടുത്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു റെഫറൻസ് പോലെ ജസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി നമ്മുടെ ആ ഒരു റെഫറൻസ് ജസ്റ്റ് ഒന്ന് മേലേക്ക് എടുത്തിടാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു ഭാഗം നമ്മൾ ഇത്ര ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ അത് ഞാൻ അതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫാസ്റ്റാക്കി കാണിക്കുന്നുണ്ട്. സോ ഇതേപോലെ തന്നെ എങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആ ഒരു ക്ലൗഡ്സും ഇമേജസും കാര്യങ്ങളൊക്കെ ആഡ് ആക്കുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്കൊരു യെല്ലോ ഷേപ്പ് ആഡ് ചെയ്തിട്ട് അതിൽ നമ്മുടെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര ആഡ് ചെയ്തതിന് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. ആ ഒരു കളറിങ്ങും പിന്നെ ആ ഒരു വേവ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കേണ്ടത്. സോ അത് ഞാൻ നെക്സ്റ്റ് പാർട്ടിലായിട്ട് കാണിച്ചു തരാം. സോ ഇപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതൊക്കെ വളരെ ഈസിയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. സോ ഒന്നില്ലെങ്കിൽ അത് നോക്കി ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.